അടുത്ത പ്രാവശ്യത്തെ പൂര പരിപാടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ബാറ്റിംഗ് കാണാൻ എന്തുണ്ടാവും അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതവിടെ ഹാമിഡ് അതാ കറണ്ട് പോയി. ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാൽ അതിന് എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാത്രി നമ്മൾ ടർഫ് കളിക്കാൻ വേണ്ടി വന്നേ കേട്ടാ. ക്രിക്കറ്റ് ടുട്ടുക്കണ്ട് അതുപോലെ തന്നെ കട്ടിയില്ല. പിന്നെ അവിടെ ബാക്കിയുള്ളവനെ കാണിച്ചരാ. നമ്മുടെ റിച്ചുണ്ട്. റിച്ചു ഒരു ആയി കൊടുത്തേ. റിച്ചുണ്ട്, പിന്നെ ദബ്ബുണ്ട്. അപ്പോൾ തന്നെ എന്താ വെച്ചാ കുറെ കാലത്തിന് ശേഷം ഒന്ന് ഫുട്ബോൾ കളിച്ചതാ. കരിച്ചൊരു ഇതായി. അപ്പോൾ ഏതായാലും പിന്നെ എന്താ ബാസിലുണ്ട്, നമ്മുടെ ബാസിൽ. പിന്നെ എന്താ സിന ഉണ്ട്. പിന്നെ ഞാൻ നിൽക്കുന്നതാണ് ഇതാ അടുത്ത ആളുണ്ട്. നമ്മള് ക്രിക്കറ്റ് കളിക്ക് വേണ്ടിട്ട് ദുബായിൽ നിന്ന് ഇറക്കും മതി. ഇതാ ഹലോ ബാൻസേ, ഒരു ഈദ് മുബാറക്ക് പറഞ്ഞേ. ആ അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ ടീം ഇടുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് കളിയുടെ ഭാഗങ്ങളൊന്നും കാണിക്കല. ഫോണിൽ ചാർജില്ല കേട്ടോ. നമ്മുടെ ഇവിടെ എത്തുമ്പോഴേക്കും മുമ്പ് എൻ്റെ ചാർജൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യത്തെ കളിയുടെ ഏതായാലും നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തേണ്ടതായിരിക്കും കേട്ടോ. പിച്ച് മെയ്യൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഓടിയതാ പന്നിൻ്റെ പിന്നെ അല്ലേ പയ്യൻ്റെ. അസ്ലി നമ്മളൊരു ടീമാ. യെസ്, ഇനി നമ്മൾ അസ്ലുവിന്റെ ടീമിലാണ്. അതുപോലെ ജാബിക്ക് ഞങ്ങളുടെ ടീമാണോ? ജാബിക്ക് നമ്മുടെ ടീം. മുർഷിദ് നമ്മളിന്ന് കപ്പ് കൊണ്ടു. പിന്നെ റിച്ചിക്കാക. റൌഫ് നമ്മുടെ എതിർ ടീമാട്ടാ. റൌഫോ പിന്നെ പുതിയ ഫാരിക്ക് നമ്മളെ എതിർ ടീം. റൌഫോ കളി നമ്മള് റൌഫിന്റെ ടീമിനെ തോൽപ്പിക്കണം. ടീമിൽ നമ്മളിതാണ് അലമ്പ് ഫാരിക്കാട്ടാ. ഫാരിക്കാണ് അലമ്പ്. ഫാരിക്ക് വന്നു അലമ്പ് തോട്ടെ. ഫാരിക്ക് വേണ്ടി കാര്യം നാട്ടിലൊക്കെ പെറുക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് അവിടെ നടക്കില്ല. വരാതിരിക്കില്ല, വരും. അപ്പൊ ഏതായാലും നമ്മൾ ഇനി കളി തുടങ്ങിയിട്ട് ബാക്കി കാണാട്ടോ. ആദ്യം ഓടിച്ചു വന്നെ പൊലി വാങ്ങിച്ചാട്ടോ. അവിടെ ബാറ്റ് കണ്ടിട്ടോ വീശിട്ട് പ്രശ്നം ഉണ്ടായി. ഞാനീ പറഞ്ഞ ടീമാണ് കളിക്കാൻ പറ്റിയത്. ഈ അൻസിന്റെ പോലുള്ള പാർട്ടികൾ എന്തിനാണ് നമ്മുടെ ടീമില് ഉണ്ടെങ്കിൽ മോനെ നമ്മൾ ഇന്ന് കളി ജയിച്ചു, ഉറപ്പായിട്ടും ജയിച്ചു. അനസ് എന്തിനാണ് കളിക്കാൻ വേണ്ടി? ഇവിടെ എല്ലാരും കളിക്കുമ്പോ അനസ് ഒരു ഭാഗത്ത് വന്നിരിക്കും. അനസ് ഭാഗത്തിരിക്കും. അനസിന്റെ ടൈം ആയ അനസ് വരും, ഔട്ടാവും, കയറി കളിച്ചു. ഞാൻ ഇവിടെ ഇരിക്കണേ. ഞാൻ പിന്നേലാണ് ഇന്ന ടീം മാറ്റാൻ നോക്കുക. നടക്കുവോ? 1 2 3 4 5 നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ കേട്ടോ. ക്യാമറമാൻ, അടുത്ത ക്യാമറമാൻ വന്നിട്ടാ. അനസ് കുണ്ടുവളപ്പിൽ നിന്നാണ്. ടുട്ടു കളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഇതൊരു പുതിയ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്, നോക്കണ്ട. എന്നിട്ട് നമ്മള് അപ്പൊ അവിടെ കളി തുടങ്ങിട്ടാ. അവിടെ കളി തുടങ്ങി ഫാരിക്കാടെ ബോളിംഗ് ആയിട്ട് നിങ്ങൾ കാണിച്ചാ കാണിച്ചായിട്ടാ. ഫാസ്റ്റിന്റെ പറഞ്ഞിട്ട് കിട്ടില്ല. കിട്ടില്ല. കിട്ടില്ലടാ. അനക്ക് കിട്ടിയാ? ഒന്ന് കാണിച്ചു കൊടുത്ത, ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ. കട്ട് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ പ്രതീക്ഷ മൊബൈൽ മെക്കാനിക്കാണ് അടിക്കുന്നത്. ഞാൻ നമുക്ക് ബാറ്റിംഗ് കാണാം. നല്ല ബാറ്റിംഗ് കാണാൻ എന്തുണ്ടാവും അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം.
ഇതവിടെ ഹാമിദ്. അതാ കറണ്ട് പോയി. കറണ്ട് പോയി മക്കളെ. ഇനി നമുക്ക് നിലത്തിരിക്കാം. കറണ്ട് പോയി മക്കളെ. ജനറേറ്റർ ഇല്ല ഇവിടെ. ഫ്ലാഷ് വർക്ക് ചെയ്യണില്ല. ഇൻവെർട്ടർ ഇല്ല. അപ്പൊ ഇന്ന് ദിവസം ഇൻവെർട്ടർ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കറണ്ട് വന്നില്ലെങ്കിൽ എല്ലാരും കൂടി ഇവിടെ എടുക്കുക. അതാണ് ഇനിയുള്ള വഴി കേട്ടോ. കറണ്ട് വന്നിട്ടുണ്ട്. ബാറ്റിംഗ് കാണാം. അത് കലക്കി. ഇന്നോട് നേരെ കളിക്കാൻ വരുമ്പോ ഇന്നോവ ബെൻസ് ഒക്കെ കേട്ടാ. ദാസിലോണ്ട് ഇരിപ്പാണെങ്കിൽ കളിക്കാൻ വരുമ്പോ പ്രത്യേകം തരം ഇരിപ്പാ. ഔട്ടായില്ലടാ. അതെ, എനിക്കൊരു സിനിമ രീതിയിൽ പറയണം. നീ പോയിട്ടാ മീൻകുട്ടാൻ ചോറ് കഴിച്ചു. ഒന്നൂടെ പറയാ മീൻകുട്ടാൻ ചോറ് കഴിക്കാന്നും പറയാ. അസലിതാ മീൻകൂട്ടാനും ചോറ് കഴിക്കാനുള്ള പരിപാടിക്ക് കഴിഞ്ഞ് പോകേണ്ടി വരും. അവിടെ കാണുന്നത് നമുക്ക് അസ്ലുവിന്റെ ബാറ്റിംഗ് ആണ്. അവിടെ ഫാസ്റ്റ് ഉണ്ടെന്നാണ് പറയണേ. ഇന്ത്യൻ ക്രിക്കറ്റ് സിക്സ് ഒരു കൈ അസ്ലാമൊന്നും ഇങ്ങോട്ട് നോക്കിയാ. സിക്സ് നമ്മുടെ സച്ചിൻ ഔട്ടായിരിക്കുന്നു. നമ്മുടെ ചിറ്റന്റെ പടിഞ്ഞാറ്റ് മുറിയത്ത് സച്ചിൻ ഔട്ടായിരിക്കുന്നു. ഇനി നമ്മള് ഹോട്ടലിന് ഇറക്കിയ ഗോലി വന്നിട്ടുണ്ട്. ദാ നിൽക്കുന്നു ഗോലി. അയ്യോ, അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്താണ് അസ്ലാം കട ഒരു വിദ്യയാണ് കാണിച്ചു തരാൻ വേണ്ടി പോണ്. അടുത്ത പ്രാവശ്യത്തെ പൂര പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. അടുത്ത പ്രാവശ്യത്തെ പൂര പരിപാടിക്ക് കൊണ്ടുപോകാൻ. ആ തല കുത്തിക്ക് കൈ നിലത്തൂത്ത് കാല് മേപ്പിട്ട് കാക്ക്. ആ എന്താ സുജൂതി സീമോനെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏകദേശം 62 റണ്ണല്ലേ ജാബിക്ക? നമ്മൾ തോക്കുന്ന് വിചാരിച്ച കളിയാണ്. തീരെ റണ്ണ് കിട്ടില്ല എന്ന് വിചാരിച്ച കളിയിൽ നമ്മുടെ ജാബിക്ക ഒരു ഏകദേശം എത്ര 6 അടിച്ചു? 8 6 അടിച്ചിട്ട്. നീ ഫാരിക്ക് എത്ര 6 അടിക്കും? ഫാരിക്കല്ലേ ആദ്യത്തെ ബാറ്റിംഗ് ചെയ്യണേ. ദുബായിത്തെ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ ഏതായാലും നമുക്ക് നമ്മളെ ഏകദേശം 62 റൺ എടുത്തുട്ടാ. പിന്നെ നമ്മുടെ ചിറ്റന്റെ പറഞ്ഞ മുറിത്തെ ഒരു സച്ചിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. സഞ്ജു സാംസൺ. ഒന്നും കൂടി തിരി. സഞ്ജു സാംസൺ. ഓ, ഞങ്ങള് വലിയൊരു ആരാധകനാണ്. ഒന്ന് കൈ തട്ടി ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ. അയ്യോ, ഉമ്മയ്ക്കല്ലേ. കളി മാറിട്ട് വെച്ചോ. അവിടെ മക്കളെടുക്കറാ. എന്ത് ബോളാണോ? അല്ല ഒരു 6 ആയി. അല്ല 2 6 ആയി.
അപ്പൊ രണ്ടാമത്തെ സിക്സ് സിക്സ് ഓ മൂന്നാമത്തെ സിക്സ് അല്ലേ രണ്ടാമത്തെ എന്നാ മുട്ടിക്കാൻ പറ്റില്ലേ എല്ലാരും ഇവിടെ സഞ്ജു സാംസൺ മോനെ നിനക്ക് തരാടാ ഔട്ടായിന്ന് ഇത് പറയാൻ പറഞ്ഞു പ്രാർത്ഥന എല്ലാത്തിനും കാരണം പ്രാർത്ഥിക്കല്ലേ പടച്ചവനാണ് സത്യം ഞാൻ പ്രാർത്ഥിച്ചു ഓഹോ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ അമേരിക്കനാണോ ഇതിന്റെ നാട്ടിലൊക്കെ അൻസേ സിക്സ് ഇട്ടാ മോനെ അവിടെ അങ്ങനെ നമ്മൾ കളി ജയിച്ചിരിക്കുന്നു. നമ്മുടെ ദുബായ് പ്ലെയറിനെ നമ്മൾ തോപ്പിച്ചിരിക്കുന്നു കേട്ടോ. അവിടെ ടീം നയിക്കും പറഞ്ഞ് ജയിച്ച് നമ്മുടെ ടീം ജയിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിക്കും അടിക്കും തോറ്റ ടീം താളാത്തടിക്കുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? വിചാരിക്കുക പാരിക്കതെ നമ്മളെ ദുബായ് പ്ലെയർ പൊട്ടിയിരിക്കണേ. അപ്പൊ ഏതായാലും ഒരു തിരിച്ചുവരവുണ്ട് ഈ കളിയില്ലേ, നല്ല തിരിച്ചുവരവുണ്ടാവും. തിരിച്ചുവരവുണ്ട്. അതപ്പോ ഏതായാലും അടുത്ത ഇൻഷാല്ല അടുത്തതിൽ നോക്കാം നമുക്ക്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കും കൊടുക്കുക. അപ്പൊ എന്തൊരു കൊച്ചു വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ശരി, അപ്പൊ ഇന്നാളെ കാണാം.